സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാൻ പോകുന്നത് ഇതൊരു പിന്നെ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഒരു കൂർക്ക കൃഷിയാണേ. ഈ കൂർക്ക കൃഷി ചെയ്യാനെല്ലാം ഇതിലേറ്റവും തെർമോക്കോൾ ഉണ്ട് കണ്ടോ. ഈ തെർമോക്കോൾ ഇട്ടിട്ടാണ് ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടാണ് എന്നാൽ വെച്ചാൽ വെള്ളം ഇറങ്ങി പോയിക്കോളുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ കുറച്ച് കാടും പടലും അല്ല, ഇതാണ് കാടും പടലും എല്ലാം വാരി നിറക്കട്ടെ. ഇത് ചക്കരക്കിഴങ്ങിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ വെള്ളിയാണ്, അത് ഞാൻ തറച്ചിട്ടിട്ടാണത്. ചക്കരക്കിഴങ്ങിൻ്റെ വെള്ളിയും പിന്നെ ഈ കാടും മുറ്റത്ത് ഞാൻ പറിച്ച കാടും കൂടിയാണത്. അതും കൂടി ഞാൻ ഇതിൽ വാരിയിടട്ടെ. നിറച്ചിട്ട് നമുക്ക് പോട്ടി മിക്സ് മറിച്ചിട്ട് നടാം. കണ്ടില്ലേ, ഇതേപോലെ നിറക്കുക. കണ്ടല്ലോ, ഇതുപോലെ നിറച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നിറക്കണം, എന്നിട്ട് വേണം നടാൻ. കണ്ടോ, ഇത് കണ്ടല്ലോ, ഇല്ല ഇതേപോലെ നിറക്കുക. എന്നിട്ട് അതിനകത്ത് പോട്ടി മിക്സ് നിറച്ചു. ഇനിയിപ്പം ഈ കാടും തോലും കൂടി നിറച്ച് പിന്നെ ചക്കരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് കണ്ട, ചക്കരക്കിഴങ്ങിൻ്റെ വള്ളി നിറച്ചിട്ടിട്ടാണ് ഇതിലിപ്പം നിറക്കാൻ പോകുന്നത്. ഇതിലിപ്പം ഞാൻ പോട്ടി മിക്സത്തിലെല്ലാം കൂട്ടിയിട്ടുണ്ട്. എല്ലും പൊടി കൂട്ടിയിട്ടുണ്ട്, വേപ്പും പിണ്ണാക്ക് കൂട്ടിയിട്ടുണ്ട്, പിന്നെ ചാരം കൂട്ടിയിട്ടുണ്ട്, എല്ലാം ഇതിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിലിപ്പം പ്രത്യേകമായിട്ട് ഒന്നും ഇടുന്നില്ല ഞാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ പോട്ടി മിക്സ് പിന്നെ നിറക്കും തന്നെ. കണ്ടില്ലേ, കമ്പോസ്റ്റ് വളം കൂട്ടിയിട്ടുണ്ട്. എല്ലാ വളങ്ങളും പൊട്ടി മിശ്രിതാക്കുന്ന എല്ലാ കാര്യവും ഞാൻ കൂട്ടിയിട്ടുണ്ട്. കുമ്മായം ഇതെല്ലാം കൂട്ടി മിശ്രിതാക്കി വെച്ചതാണ്. ഇപ്പോൾ ഞങ്ങളൊന്ന് നടന്ന് ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്തെങ്കിലും പണിയെടുത്ത് കൊടുക്കണം, കുറച്ച് വളം ഇട്ട് കൊടുക്കണം. നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ പിന്നെ വളം ഉണ്ടാകും, എന്നാൽ മാത്രമേ ഇനി വളം കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന പണിക്ക് കിട്ടുന്ന കൊടുത്തെങ്കിലല്ലേ ഇവർക്കുള്ളൂ. അതുകൊണ്ട് ഈ വളം കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നല്ലപോലെ വളം കൊടുക്കണം. അതിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എടുത്തിട്ട് ഏടി കൊണ്ട് നടക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഈ പോട്ടി മിക്സ് ചകിരിച്ചോറും വളവും ചകിരിച്ചോറിലാണ് ഞാൻ നടുന്നത്. മണ്ണില കൃഷി മാത്രം, ഇത് ഒറ്റ ഒരു തരി മണ്ണ് പോലും ഇല്ല. ആ കൃഷിയാണ് ഞാൻ നടുന്നത്. നിങ്ങൾ അത് കണ്ടു നോക്ക്. എനിക്കതിൽ എൻ്റെ വളവിന് ഞാൻ അതിന് ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് എനിക്ക് കിട്ടുന്നുമുണ്ട്. ഇതിപ്പോൾ ഞാൻ നട്ടെ, ഇതൊന്ന് നട്ട് കാണിച്ചു തരാം. കണ്ട, ഒന്നിതാ കണ്ടില്ലേ, ഇതാ ഒന്നിതാ ഇവിടെ നട്ടിട്ടുണ്ട്. ഒന്ന് ഇവിടെ നടാം. അത്രയും ദൂരം നടണം, എന്നാലേ കിഴങ്ങ് കീലും. ഒരുപാട് അടുപ്പിച്ച് നട്ടാൽ കിഴങ്ങുണ്ടാവില്ല. അതുകൊണ്ട് അത്രയും നടണ്ടു. ഇത് വളർന്ന് ഒരുപാട് പന്തലിച്ച് വരും. ഒരുപാട് നട്ട് കഴിഞ്ഞാലത് വിഷമാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും നടുന്നില്ല ഇതിൽ. കണ്ടല്ലോ, ഇതിപ്പം കണ്ടില്ലേ, ഇതാ ഇനിയിപ്പം കണ്ടില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ നട്ടു. ഇനി വേറെ മറ്റേ ഞാൻ നിറച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിറച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് ഇതിൽ എന്തെല്ലാം നിറക്കുന്നതെന്ന് ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ ഇതാ ഇതിൻ്റെ അകത്ത് ഞാൻ ചകരിയാണ് വെക്കുന്നത്. ഇത് തെർമോക്കോൾ അത്രേ ഉള്ളുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ചകരിയാണ് ഇതിന് അടിയിലിട്ട് വെക്കുന്നത്. ചകരി വെച്ചാലേ വെള്ളം കുടിക്കൂല. അതിന് വേണ്ടി ഇങ്ങനെ ഒരു ചകരിയാണ് വെക്കുന്നത്. ചകരിയാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് സാധനം ഇട്ടിട്ടും നടാൻ പറ്റും. ഈ ചകരി ഇങ്ങനെ വെച്ചാലെന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ ഈ ചകരിയിലെ വെള്ളം അടിയിൽ കുടിക്കൂല. ആ വെള്ളം അടിയിൽ കുടിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ട ചീഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇത് വാരി നിറക്കട്ടെ. ഇത് എന്നിട്ട് ഈ ചകരിച്ചോറിൻ്റെ മേലെ അല്ല ചകരീൻ്റെ മേലെ ചകരിത്തൊണ്ടിൻ്റെ മേലെയാണ് ഈ ചക്കരക്കിഴങ്ങിൻ്റെയും മധുരക്കിഴങ്ങിൻ്റെയും ഈ പിന്നെ കാട് മുറ്റത്തെ പുല്ലും കാടും. മുറ്റത്തെ പുല്ല് ഈ ഭാഗത്തെ പുല്ല് പറിച്ച പുല്ലായത്. അങ്ങനെ അത് ദിവസം പറിക്കും. അങ്ങനെ കുറേശ്ശെ പറിച്ചത് ഓരോ പച്ചക്കറിക്കും ഞാൻ എടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യൽ. കണ്ടില്ലേ, ഇതുപോലെ നിറച്ചിട്ട് ഇനിയിപ്പം പോട്ടി മിശ്രിതം വാരിയിട്ടു നല്ലോണം നിറച്ചു കൊടുത്തു. കണ്ടില്ലേ, ഇനി ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറേ അമരും. അതുകൊണ്ട് അന്നേരം നമുക്ക് കുറച്ചും കൂടി തോലും വെച്ച് വളവും വെച്ച് മണ്ണിട്ട് കൊടുക്കാം. അന്നേരം എന്ന് വെച്ചാൽ കിഴങ്ങ് കിയാനും ഇനി 5-8 മാസം വേണം. ഈ കൂർക്ക കൃഷി ആവണമെന്നുണ്ടെങ്കിൽ 5-8 മാസം വേണം. വേഗമൊന്നും അങ്ങനെ ആവില്ല.
ഇതിങ്ങനെ കണ്ടിട്ടെന്നാ വേണ്ട, ഇനി കിഴങ്ങ് വരണം എന്നുണ്ടെങ്കിൽ 5-8 മാസം തന്നെ വരണം, അല്ലെങ്കിൽ കിഴങ്ങ് വരാൻ താമസമാണ്. എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഇങ്ങനെ കാണുന്നു, കണ്ടില്ലേ? ഇതേപോലെ നിറച്ച് കണ്ട, ഇതേപോലെ നിറച്ചിട്ട് ഇനിയിപ്പം നമുക്ക് ഇതും കൂടിയിട്ട് നട്ടു കൊടുക്കാമല്ലോ. ഇതേപോലെ നട്ടു കൊടുക്കുക. എല്ലാവരും ഇതേപോലെ നട്ടു കൊടുക്കുക. ഇതിനൊരു പണിയൊന്നും ഇല്ല, വേഗം എളുപ്പത്തിൽ നടാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നടാം. അതിൻ്റെ ഒന്നും വേണ്ട, 2 കിഴങ്ങ് ഇട്ടാൽ കിഴങ്ങ്, പക്ഷേ നമ്മൾ ഏതെങ്കിലും സമയത്ത് നട്ടാൽ പൊടിക്കൂല. ഈ മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ ഈ കിഴങ്ങ് പൊടിക്കൂല, ഇതിൻ്റെ വള്ളി പൊടിക്കൂലു. ആ കിഴങ്ങ് കഴിഞ്ഞ കൊല്ലം മഴ പെയ്ത സമയത്ത് ഞാൻ കിഴങ്ങ് കൊണ്ടിട്ടിട്ട് പൊടിച്ചിട്ടില്ല. എന്നിട്ട് മഴ പെയ്ത സമയത്ത് പൊടിച്ചിട്ട് ഇഷ്ടം പോലെ വിത്തായി എനിക്ക്. ഇതാ ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം നട്ട് വെച്ചു. ഇനിയിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമല്ലോ. കണ്ട, ഇനിയിപ്പോൾ ഇത്തിരി നടന്നുള്ളൂ, ഇത്തിരി ഉള്ളൂ. നാളെ ഇത് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാമല്ലോ. കണ്ട, ഇത് കണ്ടില്ലേ? ഇതുപോലെ നട്ടു കൊടുക്കണം. നിങ്ങൾ നട്ടു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരിക. പിന്നെ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുന്നില്ല, ആരും ഹൈപ്പ് അടിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ, പിന്നെയുള്ളവരെല്ലാം ഇങ്ങനെ കണ്ടിട്ടങ്ങ് പോകാത്തില്ല. സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും വേണം. നിങ്ങളെ ഇതാണ് എനിക്ക് മുന്നോട്ടുള്ള വഴി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാനില്ല. നന്ദി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.